MLA ആണ്. അദ്ദേഹത്തെയാണ് നമുക്ക് ക്ഷണിക്കേണ്ടത്. മഹേഷ് ചേട്ടനെ കുറിച്ച് പ്രത്യേകിച്ച് കേരള ജനതയോട് പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കലാപ്രേമത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുള്ളതാണ്. നമ്മുടെ മുന്നിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് മഹേഷ് ചേട്ടൻ ഒരു 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 ചെണ്ടയിൽ ചില താളങ്ങൾ പിടിക്കുകയാണ്. മഹേഷ് ചേട്ടൻ്റെ പെർഫോമൻസിലേക്കാണ് പോകുന്നത്. മഹേഷ് ചേട്ടാ, എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ? പ്രത്യേകിച്ച് കൊല്ലത്ത് ഇങ്ങനെ കലമാമാങ്കം അങ്ങനെ കൊട്ടിക്കയറുകയാണ്. ഇന്നത്തെ പ്രത്യേകത, ഇന്ന് കൊല്ലത്ത് പ്രധാനപ്പെട്ട വേദികളിൽ നടക്കുന്ന 2 പ്രധാനപ്പെട്ട മത്സരം, ഒന്ന് നാടകവും ചെണ്ടയുമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കിഷ്ടമുള്ള മത്സരങ്ങളാണ്, പരിപാടികളാണ്. അപ്പോൾ അവരെ നല്ല പ്രതിഭകളെ കാണാനും പ്രോത്സാഹിപ്പിക്കാനുമായിട്ടാണ് എത്തിച്ചേർന്നത്. പഴയകാല സ്കൂൾ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓടിയെത്തുന്നുണ്ടോ ഇവിടേക്ക് എത്തുമ്പോൾ? തീർച്ചയായിട്ടും ഒരുപാട് അതുല്യ പ്രതിഭകളെ മലയാള നാടകവേദിക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഈ നാടക മത്സരങ്ങളാണ്, കലോത്സവങ്ങളാണ്. കുട്ടിക്കാലത്തെ അവരുടെ താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് നാടക സിനിമാ താരങ്ങളൊക്കെ മാറ്റുരച്ച് കടന്നു വന്നിട്ടുള്ളത് ഈ കലോത്സവ വേദികളിൽ നിന്നാണ്. അപ്പോൾ ചെണ്ട ഞാൻ ഈ അടുത്തിടയ്ക്കാണ് അഭ്യസിച്ചത്. അപ്പോൾ ചെണ്ട പഠിക്കണമെന്നുള്ളത് കുട്ടിക്കാലത്തെ ആഗ്രഹമായിരുന്നു, അന്ന് സാധിച്ചില്ല. MLA ആയതിനു ശേഷമാണോ ചെണ്ടയിലേക്കുള്ള? MLA ആകുന്നതിന് മുമ്പേ ചെണ്ട പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ വർഷം മട്ടന്നൂർ ആശാനുമായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു, പഞ്ചാരിയിൽ. അതിന് 5 വർഷത്തിന് മുമ്പ് തായമ്പകയിൽ ഓച്ചിറ അമ്പലത്തിൽ തന്നെ ചെണ്ട പൊട്ടി. മകൻ പഠിക്കുന്നുണ്ട്, അമ്മ ചെണ്ട പഠിച്ചിട്ടുണ്ട്. ചെണ്ട നമുക്കിഷ്ടമുള്ള ഒരു കലാരൂപമാണ്. പൂർണ്ണമായിട്ടും പഠിക്കാൻ സാധിച്ചിട്ടില്ല, എത്ര പഠിച്ചാലും തീരത്തില്ല. നമുക്ക് സാധകം ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, സമയക്കുറവുണ്ട്. പക്ഷേ എങ്കിലും ഉള്ള സമയം പരമാവധി. ഈ രാഷ്ട്രീയ തിരക്കുകൾ, സമൂഹത്തിൻ്റെ പല വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? നമ്മൾ വിചാരിച്ചാൽ പറ്റും. ഈ നാടക മത്സരം എവിടെ ഉണ്ടെങ്കിലും പോയി നാടകം കാണും. നാടക കലാകാരന്മാർ, എൻ്റെ ജ്യേഷ്ഠ നാടകക്കാരനായിരുന്നു CR മനോജ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. അച്ഛൻ നാടകം എഴുതിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ നാടകം കണ്ടു, പിന്നെ ഞാൻ നാടകം കണ്ടു. സമയമുള്ളപ്പോഴെല്ലാം നാടകം കാണാൻ പോവും. നാടകം ആസ്വാദകനാണ്. ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് നമുക്ക് ഇനിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള ഇതിനു മുമ്പ് ഇടവേളയിലേക്ക് പോകണം. പക്ഷെ എന്തായാലും ഇപ്പോൾ ചേട്ടൻ്റെ പറഞ്ഞ പോലെ സാമൂഹ്യ വിഷയങ്ങളിൽ അനായാസേന കൈകാര്യം ചെയ്യുന്ന പോലെ ചെണ്ടയും അനായാസേന വഴങ്ങുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്.